ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തോട് എങ്ങനെ സംസാരിക്കാം? ദൈവത്തോട് സംസാരിക്കുന്നത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമേ അല്ല. ഒരു നല്ല സുഹൃത്തിനോടോ സ്നേഹമുള്ള അപ്പനോടോ സംസാരിക്കുന്നത് പോലെ ഹൃദയം തുറന്ന് സംസാരിക്കാനുള്ള ഒരു ടൂളാണ് പ്രാർത്ഥന. ഒരു നല്ല സുഹൃത്തിനോട് എല്ലാം പറയുന്നത് പോലെ ദൈവത്തോടും പറയാം. നമ്മുടെ സന്തോഷവും സങ്കടവും ഭയവും സ്വപ്നങ്ങളും നമുക്ക് നമ്മുടെ അപ്പനോട് പറയാം. നമ്മുടെ അപ്പൻ നമ്മളെ കേൾക്കാൻ എപ്പോഴും തയ്യാറാണ്. 4 തരത്തിൽ നമുക്ക് ദൈവത്തോട് സംസാരിക്കാം. അതിൽ ഒന്നാമതായി നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ അപ്പനോട് സംസാരിക്കാവുന്നതാണ്. സങ്കീർത്തനങ്ങൾ 150:6 പറയുന്നു, ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ, യഹോവയെ സ്തുതിപ്പിൻ. അവൻ്റെ വാതിലുകളിൽ സന്തോഷത്തോടും അവൻ്റെ പ്രകാരങ്ങളിൽ സ്തുതിയോടും കൂടി വരുവിൻ. അവന് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവിൻ. എന്നിങ്ങനെ പല ഭാഗങ്ങളിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കുന്നതിനെക്കുറിച്ച് ബൈബിളിൽ വായിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങേണ്ടത് സ്തുതിച്ചുകൊണ്ടാണ്. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പല തരത്തിലും നമുക്ക് നമ്മുടെ ഇമോഷൻസ് ആയിരിക്കാം, ചിലപ്പോൾ സന്തോഷമായിരിക്കാം, സങ്കടമായിരിക്കാം. എന്നാലും നാം നമ്മുടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. രണ്ടാമതായി പാപസ്വീകാരമാണ്. നമ്മുടെ തെറ്റുകൾ ഏറ്റുപറയുകയും നമ്മുടെ ഏറ്റുപറച്ചിൽ അപ്പൻ സ്വീകരിച്ച് നമ്മുടെ തെറ്റുകൾ ക്ഷമിച്ച് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. നമ്മൾ മനുഷ്യരാണ്, തെറ്റുകൾ സംഭവിച്ചേക്കാം. എന്നാൽ ഏറ്റുപറഞ്ഞ് തിരുത്തുവാൻ തയ്യാറായി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് ദൈവം നമ്മോട് കൂടുതലായി സ്നേഹിക്കുന്നതും നമ്മുടെ തെറ്റുകളെല്ലാം ക്ഷമിച്ച് നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും. മൂന്നാമതായി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അപ്പനോട് സംസാരിക്കാം. നമുക്ക് ഇന്ന് ലഭിച്ച എല്ലാ നന്മകൾക്കും ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. ഇപ്പോൾ നമ്മൾ ശ്വസിക്കുന്ന ശ്വാസം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ താമസിക്കുന്ന ഭവനം, നമുക്കുള്ള ജോലി, നമ്മുടെ വിദ്യാഭ്യാസം, അങ്ങനെ സകലതും നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളവരായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒന്നാമതായി നമ്മൾ എല്ലാ കാര്യത്തിനും നമ്മുടെ അപ്പനെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. രണ്ടാമതായി നാം നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് അപ്പനോട് കൂടുതലായി സംസാരിക്കണം. മൂന്നാമതായി എല്ലാ കാര്യത്തിനും, നമുക്ക് ലഭിച്ച എല്ലാ കാര്യത്തിനും, സന്തോഷമായാലും സങ്കടത്തിലായാലും എല്ലാ കാര്യങ്ങളും നമ്മൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കണം. നാലാമത്തതായിട്ടും ഏറ്റവും അവസാനമായിട്ടും ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ അപേക്ഷിക്കണം. നമ്മുടെ അപ്പനോട് നമ്മൾ അപേക്ഷിച്ചുകൊണ്ട് സംസാരിക്കണം, അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഒരു കുഞ്ഞുകുട്ടി തൻ്റെ മാതാപിതാക്കളോട് ഓരോ ടോയ്സും കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടാറില്ലേ? എനിക്കത് മേടിച്ചു തരുമോ, എനിക്ക് ഇന്ന ടോയ് വേണം, എനിക്കിത് മേടിച്ചു തരുമോ, എനിക്കൊരു പുസ്തകം വേണം, എനിക്കത് മേടിച്ചു തരുമോ എന്നിങ്ങനെ അപ്പനോടും അമ്മയോടും ചോദിക്കാറില്ലേ? അതുപോലെ നമുക്ക് നമ്മുടെ അപ്പനോട് അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാവുന്നതാണ്. പലരും ചോദിക്കാറുണ്ട്, ദൈവം എങ്ങനെ മറുപടി നൽകുന്നത്? ദൈവം എന്നോട് സംസാരിക്കുമോ? അതെ, ദൈവം സംസാരിക്കും. അവൻ സംസാരിക്കുന്നത് ബൈബിളിലൂടെയാണ്. നമ്മൾ പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് സമാധാനത്തോടെ ഇരുന്ന് ബൈബിൾ എടുത്ത് റാൻഡംലി നമ്മളൊരു വാക്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ആ വചനങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ദൈവം നമ്മളെ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്. മത്തായി 6:6, നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലിരുന്ന് നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം. ഇതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ശാന്തമായ സ്ഥലം കണ്ടെത്തി ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക, ഹൃദയത്തിൽ നിന്ന് നമ്മൾ നമ്മുടെ ദൈവത്തോട് സംസാരിക്കുക. എന്ന് വെച്ച് നമ്മൾ വാതിലിനകത്ത് പൂട്ടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മാത്രമേ നമ്മുടെ അപ്പൻ കേൾക്കുകയുള്ളൂ എന്നൊന്നുമില്ല. നമ്മൾ എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും കേൾക്കും. പക്ഷേ കുറച്ച് ശാന്തമായി നമുക്ക് നമ്മുടെ അപ്പനോട് വളരെ ആത്മാർത്ഥതയോടെ നമ്മുടെ ഹൃദയം തുറന്ന് സംസാരിക്കാൻ പറ്റുന്നത് വാതിലടച്ചിരുന്ന് അപ്പനോട് ധ്യാനിക്കുമ്പോഴാണ്. അവസാനമായി നമ്മൾ ഓർക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ദൈവം എപ്പോഴും നമ്മളെ കേൾക്കുന്നുണ്ട്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. എല്ലാ പ്രാർത്ഥനകൾക്കും അപ്പൻ നമുക്ക് മറുപടി നൽകാറുമുണ്ട്. ചിലപ്പോൾ നാം ചിന്തിച്ചേക്കാം, ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും എനിക്ക് കിട്ടുന്നില്ലല്ലോ.
നമ്മളെക്കാൾ നന്നായി നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ അപ്പന് അറിയാം. നമുക്ക് ഏത് സമയത്ത് തരണമെന്ന് നമ്മുടെ ദൈവത്തിന് ഒരു പ്ലാനുണ്ട്, ഒരു ടൈമിംഗ് ഉണ്ട്. സോ നമുക്ക് ആ ടൈമിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവ ഇഷ്ടം പോലെ എനിക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചു പഠിക്കാം. പ്രിയരെ, ദൈവത്തോട് സംസാരിക്കാൻ പ്രത്യേക കഴിവോ വലിയ വാക്കുകളോ ആവശ്യമില്ല. ഒരു കുഞ്ഞ് തൻ്റെ അപ്പനോട് സംസാരിക്കുന്ന പോലെ സ്നേഹത്തോട് ദൈവത്തോട് സംസാരിച്ചാൽ മതി. നമ്മളെ കേൾക്കാൻ എപ്പോഴും നമ്മുടെ അപ്പനുണ്ട്. ഒരു പക്ഷേ ചോദിച്ചത് നമുക്ക് ലഭിച്ചില്ലെന്ന് വന്നേക്കാം. അത് അപ്പന് നമ്മോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല. നമ്മൾ ആഗ്രഹിച്ചാലും നല്ലത് അപ്പൻ നമുക്കായി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിനായി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് കാത്തിരിക്കാം. ദൈവം എല്ലാവരെയും അതിസമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.